ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ബുധനാഴ്ചകളിൽ നമ്മൾ മെഡിറ്റേഷന്റെ പല ഭാഗങ്ങൾ, പല രീതികൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്ന് പ്രിജുഡീസ്, അതിനെ നമുക്ക് എങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന് ആന്റണി സാറിലൂടെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മെന്റർ ആന്റണി സാറിനെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ആന്റണി സാർ, യു ആർ. Okay, thank you. Thank you, Sabu sir. Good evening to everybody. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വിഷയം പ്രിജുഡീസിനെ എങ്ങനെ നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കരുതുന്നു നമ്മളുടെ സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറയുന്നു. പ്രധാനമായിട്ടും സ്ട്രെസ് റിഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മളുടെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള എല്ലാ മാനസികവും ശാരീരികവും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് തികഞ്ഞ ഒരു അവബോധം വളർത്തുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ മനോവികാരങ്ങൾ ഏതെല്ലാം തരത്തിലാണ് പോകുന്നത് അതിൽ നിന്നെല്ലാം നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. അതുപോലെ തന്നെ നമ്മളുടെ സുസ്ഥിതി, നമ്മളുടെ ശാരീരികവും മാനസികവുമായ സുസ്ഥിതി പരിപൂർണമായില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലെങ്കിലും കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രം ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാത്ത ഒരു മേഖലയാണ് പ്രിജുഡീസ് ആൻഡ് ബയസ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പ്രിജുഡീസിനെ കുറിച്ച് മാത്രമാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഹിഡൻ ബയസസിനെ കുറിച്ചുണ്ട്, അതുപോലെ കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ഞാൻ ക്ലാസ്സുകൾ എടുക്കാം. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അവബോധമില്ലാത്തവരായി ജീവിച്ചു പോകുന്നു. കാരണം പല കാരണങ്ങൾ കൊണ്ട് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മുൻ വിധികൾ എന്ന് പറയാം, അല്ലെങ്കിൽ നീരസം, ഇതുപോലെയുള്ള ഇതിനെയൊക്കെ പ്രിജുഡീസ് എന്ന് വിളിക്കാം. ഈ മുൻവിധികൾ അല്ലെങ്കിൽ നീരസം, ചില കാര്യങ്ങളോട്, ചില വ്യക്തികളോട്, ചില ആശയങ്ങളോട് ഒക്കെ നമുക്ക് നീരസം തോന്നും. അത് അറിഞ്ഞും അറിയാതെയുമാണ്, കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് ക്ലാസ്സിൽ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, കാണാമെന്ന് കരുതുന്നു ഈ സ്ക്രീന്. ഓക്കെ, താങ്ക് യു. ഓക്കെ, മൈൻഡ്ഫുൾനെസ് ഫോർ ട്രാൻസ്ഫോമിങ് പ്രിജുഡീസസ്, അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഇതാണ്. ഈ സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ അമേരിക്കയിൽ നടന്നതാണ്. 17ഉം 18ഉം നൂറ്റാണ്ടുകളിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആധുനിക മനുഷ്യനെന്നും സാംസ്കാരികമായിട്ട് ഒത്തിരിയേറെ നേടിയെന്നൊക്കെ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇന്നും നിലനിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു സംഭവത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കാണിക്കുന്നത്. മിൽഡ്രഡ് ആൻഡ് റിച്ചാർഡ് ലവിങ് എന്ന് പറയുന്ന ഈ ദമ്പതികൾ, അതായത് ഒരാൾ വൈറ്റ് മാൻ ആണ്, അല്ലെങ്കിൽ അമേരിക്കൻ ആണ്. മറ്റേ സ്ത്രീ എന്ന് പറയുന്നത്, മിൽഡ്രഡ് എന്ന് പറയുന്നത്, അവരൊരു ആഫ്രോ അമേരിക്കൻ വംശത്തിൽപ്പെട്ട, അതായത് ഒരു കറമ്പി അല്ലെങ്കിൽ ഒരു ആഫ്രോ അമേരിക്കക്കാരിയാണ്. ഇദ്ദേഹം വിവാഹം ചെയ്യുന്നു. ആ വിവാഹം അസാധുവാക്കിക്കൊണ്ട് അവിടുത്തെ വെർജീനിയൻ സ്റ്റേറ്റിലെ ആ കോടതി അസാധുവാക്കുന്നു. ഈ കോടതി വിധി പ്രസ്താവിച്ച ജഡ്ജിയാണ് ഈ കാണുന്നത്. അയാളുടെ പേര് ലിയോൺ എം ബാസിൽ എന്നാണ്. ഇദ്ദേഹം ഇത് അസാധുവാക്കാനുള്ള കാരണമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കാണുന്നത്. ഇതുപോലെയുള്ള ഈ പ്രിജുഡീസുകളാണ് ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ തരത്തിലുള്ള ആളുകൾ ഏതെല്ലാം രീതിയിലാണ് പ്രിജുഡീസ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഓൾമൈറ്റി ഗോഡ് ക്രിയേറ്റഡ് റേസസ് വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ, മലൈ ആൻഡ് റെഡ്. മലൈ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലുള്ളതാണ്. മലൈ ഭാഷയുണ്ട്, അതുപോലെ മലേഷ്യ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ഇതിൽപ്പെടുന്നവരാണ്. അപ്പൊ ഡിഫറെന്റ് കളറിലുള്ള ആളുകളെ ദൈവം സൃഷ്ടിച്ചിട്ട് വിവിധ കോണ്ടിനെന്റുകളിൽ താമസിപ്പിച്ചു. ആൻഡ് ഹി പ്ലേസ്ഡ് ദം ഓൺ എ സെപ്പറേറ്റ് കോണ്ടിനെന്റ്സ്. ദെൻ വാട്ട് ഹാപ്പൻ?
But for the interference with his arrangements, there would be no cause for such marriages. അതായത് ഈ കാര്യത്തിൽ ദൈവം ഇങ്ങനെ ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് എന്താണ് ക്രോസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. The fact that he separated the races shows that he did not intend to for the race to mix. അതായത് ഇവരിങ്ങനെ അവരെ മിക്സ് ചെയ്യരുത് എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും ഇത് ഒരു ജഡ്ജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് these marriage or such marriages are against the will of God. ഓക്കെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള മാരേജ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അസാധുവാക്കി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പ്രിജുഡീസ് ഏത് രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വാട്ട് ഈസ് എ പ്രിജുഡീസ്. അടുത്തത് ഒറിജിൻ ഓഫ് പ്രിജുഡീസ്, എങ്ങനെയാണ് പ്രിജുഡീസസ് ഉണ്ടാകുന്നത്. സൈക്കോളജി, എന്താണ് പ്രിജുഡീസസിന്റെ മനഃശാസ്ത്രം എന്താണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിജുഡീസ്. Then why prejudices occur, എന്തുകൊണ്ടാണ് പ്രിജുഡീസ് ഉണ്ടാകുന്നത്. Then benefits of mindfulness, അതുപോലെ തന്നെ how to overcome our prejudices through mindfully. ഓക്കെ, വാട്ട് ഈസ് എ പ്രിജുഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധപൂർവമോ അല്ലെങ്കിൽ ബോധപൂർവം അല്ലാതെയോ നമ്മളിൽ ഉണ്ടാകുന്ന സ്റ്റീരിയോടൈപ്സ് എന്ന് പറയും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. നമ്മളിൽ ഉണ്ടാകുന്ന ചില തോട്ട് പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ കൾച്ചറിൽ നിന്ന്, മതത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും സ്റ്റീരിയോടൈപ്സ്. ദെൻ പ്രീ ജഡ്ജ്മെന്റ്, മുൻവിധികളാണ്. പ്രീ ജഡ്ജ്മെന്റ്സ് ആൻഡ് ബിലീഫ്സ് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഓരോ വിശ്വാസ സംഹിതകളുണ്ട്. യൂഷ്വലി നെഗറ്റീവ് ആയിരിക്കും ഇത്. അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓരോ ആളുകളെ കുറിച്ച്, ഒരു വർഗത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലോ അല്ലെങ്കിൽ സമുദായത്തിലോ ഏതെങ്കിലും തരത്തിൽ പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായമായിരിക്കും. ബേസ്ഡ് ഓൺ റേസ്. ഓക്കെ, അത് ചിലപ്പം റേസിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കാം. ഓർ സെക്ഷൽ ഓറിയന്റേഷൻ. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഒരു നോർമലായിട്ട് നമ്മളൊക്കെ സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു ബേസിക് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഹെറ്ററോസെക്ഷൽ ആണ്. ഇവിടെ സംഭവിക്കുന്ന ഹോമോസെക്ഷൽ, അല്ലെങ്കിൽ മറ്റത് ബൈസെക്ഷൽസ് ഉണ്ട്, ലെസ്ബിയൻസ്, ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കരുതി വരുന്ന അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഏതെങ്കിലും ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതിനോട് നമ്മൾ വളരെ വയലന്റ് ആയിട്ട് നമ്മൾ പ്രതികരിക്കുന്നു. അങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നു. ദെൻ ജെൻഡർ ആയിട്ടുള്ള ആ ഡിഫറൻസ്. റിലീജിയൻ, ഓരോ മതങ്ങളും അവരുടെ മതത്തെക്കുറിച്ച്, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അഭിമാനം കൊള്ളുന്നവരാണ്. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അത് അന്ധവിശ്വാസമാണെന്ന് പറയും. പക്ഷേ എൻ്റെ മതത്തിൽപ്പെട്ട ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പുകാരോ ചെയ്യുന്നതൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്നൊക്കെ വിചാരിക്കുന്നു. ദെൻ കൾച്ചറൽ ഡിഫറൻസ്. ഇത് നിങ്ങൾക്കൊരു പക്ഷേ കേരളത്തിൽ അത്ര അധികമായിട്ട് തോന്നിയില്ലെങ്കിലും ഉണ്ട്. ഇപ്പം കേരളത്തിന്റെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. ദെൻ ഡിസബിലിറ്റി, അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഇഷ്ടമില്ല. ദെൻ സെക്ഷുവാലിറ്റി, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ജോലിപരമായിട്ടുള്ള ആ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മൾ പ്രിജുഡീസ് ഉള്ളവരാണ്. അറിഞ്ഞും അറിയാതെ നമ്മളുടെ അൺകോൺഷ്യസിൽ വരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വാട്ട് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ളതിന്റെ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് എന്ന് ചോദിച്ചാൽ വൈഡ്ലി ഹെൽഡ് ബട്ട് ഫിക്സ്ഡ് ആൻഡ് ഓവർ സിംപ്ലിഫൈഡ് ഇമേജ്. നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ച്, അതായത് നമ്മളുടെ സമൂഹത്തിൽ പൊതുധാരണയിൽ ഉള്ള കാര്യങ്ങളാണത്. നമുക്ക് അങ്ങനെയുള്ള അത് ആൻഡ് ഓവർ സിംപ്ലിഫൈ, അത് തലമുറകളായിട്ട് നമുക്ക് കിട്ടുന്ന ചില ഇമേജസ് അല്ലെങ്കിൽ ഐഡിയാസ്, പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ഓർ തിങ്, ഏതെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള നമ്മുടേതായിട്ടുള്ള ചില ഇതുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ അതിങ്ങനെ തലമുറകളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുഷിഞ്ഞ വസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ, ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരായിരിക്കും. ഒരു ഇതാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അതുപോലെ ഉള്ള ഒട്ടനവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് നമുക്ക്. അടുത്തത് സ്റ്റീരിയോ ടൈപ്പിന്റെ ഒരു ഉദാഹരണം, ഇറ്റ് ഈസ് ഓഫ് അൺഫെയർ ആൻഡ് അൺട്രൂ ബിലീഫ്. നമുക്കത് അൺഫെയർ ആയിരിക്കും, അതുപോലെ
നമ്മൾ കരുതുന്ന ആ ഐഡിയാസിന് അല്ലെങ്കിൽ നമ്മളുടെ ആ തോന്നലുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങൾക്ക് അതിന് യാതൊരുവിധ ശാസ്ത്രീയമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല, ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് ഹിയർസേ, അതിന്റെ പേരിൽ നമ്മൾ ശരിയാണെന്ന് നമ്മൾ കരുതി അത് നമ്മളും ഇങ്ങനെ നാളുകളായിട്ട് അല്ലെ തലമുറകളായിട്ട് വിശ്വസിച്ചു വരുന്നു. ഓക്കെ, ഇതാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ബയസിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ് എടുക്കുന്നതാണ്. പക്ഷെ എന്നാലും അതേക്കുറിച്ച് പറയാം. ബയസ് ഈസ് ഓൾസോ എ പ്രിജുഡീസ്. അതുപോലെ തന്നെ പ്രിജുഡീസും ബയസും തമ്മിൽ നമുക്ക് കാര്യമായിട്ട് പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. പ്രിജുഡീസ് മീൻ എ സ്ട്രോങ് ഇൻക്ലിനേഷൻ ഓഫ് മൈൻഡ്. അതായത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ കാറ്റഗറൈസ് ചെയ്ത് അതേക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുത്തി ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു മൈൻഡിന്റെ ഒരു പ്രത്യേക ഇൻക്ലിനേഷൻ ആണ് ഓഫ് എ പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻ. ഏതെങ്കിലും അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ സംതിങ് അബൌട്ട് സം പീപ്പിൾ. നോർമലി ബയസസ് ആർ ഓൾസോ നെഗറ്റീവ്. ഇത് പ്രിജുഡീസിന്റെ ഒരു ഭാഗമാണ്, പക്ഷെ അത് മൈൻഡിലുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പ്രിജുഡീസ് ആൻഡ് ബയസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ടെൻഡൻസി. ഏതെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് ബിലീവ് ദാറ്റ് സം പീപ്പിൾ ഓർ ഐഡിയാസ് എക്സെട്ര ആർ ബെറ്റർ ദാൻ അതേഴ്സ്, ദാറ്റ് യൂഷ്വലി റിസൾട്ട്സ് ട്രീറ്റിംഗ് സംവൺ അൺഫെയർലി. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം, എൻ്റെ പാരമ്പര്യം, എൻ്റെ സമുദായം, എൻ്റെ ജാതി, എൻ്റെ മതം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ മെച്ചപ്പെട്ടവനാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബയസിൽപ്പെട്ട കാര്യങ്ങളാണ്. അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് അൺഫെയർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അടുത്തത് ഒറിജിൻ ഓഫ് പ്രിജുഡീസസ്. എങ്ങനെയാണ് ഈ ഇതുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് സോഷ്യലൈസേഷൻ. നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപുകളല്ല. നമ്മൾ സോഷ്യലൈസേഷൻ വഴി നമ്മൾ സാമൂഹികമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള സോഷ്യൽ എൻവയൺമെന്റ് ഉണ്ടാകും. ഒന്ന് നമ്മളുടെ ഫാമിലി, അല്ലെങ്കിൽ നമ്മളുടെ പിയർ ഗ്രൂപ്പ്, നമ്മളുടെ കൂട്ടുകാർ, മീഡിയ ആൻഡ് കൾച്ചറൽ നോംസ് പ്ലേയിങ് സിഗ്നിഫിക്കൻറ്റ്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണുന്നത് വിദേശ രാജ്യങ്ങളിലാണ്, പാശ്ചാത്യ രാജ്യങ്ങൾ. കാരണം അവിടെ എല്ലാ കുടിയേറ്റക്കാരും വരുന്നത് കൊണ്ട്. എന്ത് പറ്റിയത്? പോയോ? സ്ക്രീൻ പോയോ? ഒരു സെക്കൻഡ്. സാബു സാർ പോയോ? റോയ് സാർ ഉണ്ടോ ഇവിടെ? സാർ ചെയ്തോളൂ, കുഴപ്പമില്ല. സ്ക്രീൻ ഷെയറിംഗ് പോയതാ. സ്ക്രീൻ ഷെയറിംഗ് പോയതാ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് എനേബിൾ ചെയ്താ. കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോഷ്യലൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു, കാണാമല്ലോ അല്ലേ? ഇതാണ് ഇതുപോലെയുള്ള, അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നത് വഴി നമുക്ക് ഈ പ്രിജുഡീസ് ഉണ്ടാകാനുള്ള സാധ്യതയല്ല, തീർച്ചയായിട്ടും അതിൽ നിന്നാണ് നമുക്ക് പ്രിജുഡീസ് ഉണ്ടാകുന്നത്. അടുത്തത് സ്റ്റീരിയോ ടൈപ്പിംഗ്. നിങ്ങൾക്കറിയാം, ഞാൻ സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കാറ്റഗറൈസിങ്. അതായത് നമ്മൾ ഓരോ ഐഡിയാസ് വരുമ്പോഴേക്കും നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ മനോഭാവങ്ങളുണ്ട്, നമ്മളുടെ റേസ് ഏത് രീതിയിലുള്ളവരാണ് എന്നുള്ളത്. നമുക്ക് ഒരുപക്ഷെ റേഷ്യൽ ആൻഡ് എത്നിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലില്ല, കാരണം അത്രയും വൈഡ് ആയിട്ടുള്ള ഒന്നല്ല. പക്ഷെ അത് മറ്റു രാജ്യങ്ങളിൽ, രാജ്യങ്ങളിൽ ഇതൊക്കെ വലിയ കാര്യമാണ്. അതുപോലെ ജെൻഡർ, റിലീജിയൻ, ഓഫ് കോഴ്സ് റിലീജിയൻ എല്ലാ രാജ്യത്തും ഉണ്ട്. സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് നമ്മൾ കരുതുന്നതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ് ഇതുപോലെയുള്ളവരോടുള്ള നമ്മൾ പുലർത്തുന്ന ആ പ്രിജുഡീസ്, നമ്മൾ അവരെ കാണുന്ന ആ കണ്ണിലൂടെ, ഏത് കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത്, പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഫിയർ ആൻഡ് ഇഗ്നറൻസ്. നമുക്ക് അറിവില്ല, അതേസമയം നമുക്ക് അറിഞ്ഞും കൂടാ. നമുക്ക് ഭയമുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തെ പറ്റി നിശ്ചിതമായ ഒരു അറിവ് നമുക്കില്ല. ഇങ്ങനെ വരികയാണെന്ന് എന്താണ്? ഫിയർ ഓഫ് അൺനോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയത്തില്ല, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടുന്നു, ഓരോ കാര്യങ്ങളെക്കുറിച്ച്. ലാക്ക് ഓഫ് എക്സ്പോഷർ. അതുപോലെ തന്നെ നമ്മൾ മറ്റു സംസ്കാരങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിൽ നമുക്ക് എടുക്കാം. നമ്മളുടെ നാട്ടിലാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട്, നമുക്ക് ആ ഓപ്പൺനെസ് കിട്ടാത്തത് കൊണ്ട് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു.
ഉദാഹരണമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു പരിസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ അവിടെ ഇങ്ങനെ ജോലിക്ക് വരുന്ന അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഹോളി അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ അല്ലെങ്കിൽ മറ്റു സാംസ്കാരികമായിട്ടുള്ള അവരുടെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കത് വേണ്ടത്ര ടോളറേറ്റ് ചെയ്യാൻ സാധിക്കലായിരിക്കും. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടേതായ നാട്ടിൽ നിന്ന് വരുന്ന അവരുടെ ആ കൾച്ചർ, ഡ്രസ്സ്, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, അവരുടെ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോഴേക്കും ഇവിടെയുള്ള ആളുകൾക്ക് പലർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ നമ്മളിപ്പം ഉദാഹരണമായിട്ട് നമ്മൾ പ്രൊസഷൻ നടത്തുകയാണ്, സ്ട്രീറ്റിലൂടെ പോവുകയാണ്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മുണ്ടൊക്കെ ഉടുത്ത് നമ്മളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ചിലപ്പോൾ അവർ അത് ടോളറേറ്റ് ചെയ്യല. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ റോഡിലൂടെ പ്രൊസഷൻ പോകുന്നു. അതൊക്കെ ട്രാഫിക്കിനെ ഇത് ചെയ്യും. അപ്പൊ ആളുകൾ ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ഒരു വളരെയേറെ വയലന്റ് ആകുന്ന സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ അത് ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലായിട്ട്, പക്ഷേ ഞാൻ അതേ പറ്റിയിട്ടുള്ള സംഭവങ്ങളും അവരുടെ റിയാക്ഷൻസും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്കുണ്ടാകും. ഏതെങ്കിലും സംഭവത്തിന്റെ പേരിൽ പ്രിജുഡീസ് കീപ്പ് ചെയ്യുന്നവരുണ്ടാകും. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യഹൂദരോട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജർമ്മനിയും ഇത് നാസികൾ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ, വിദേശീയരോട് പ്രത്യേകിച്ച് യഹൂദരോടൊക്കെ ചെയ്തിട്ടുള്ള അത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകും. ആൻഡ് സ്റ്റെമിക് ഇൻഇക്വാളിറ്റീസ്, അതായത് അവരോടുള്ള ഇൻഇക്വാളിറ്റീസ് ക്യാൻ പെർപെച്വേറ്റ് പ്രിജുഡീസസ് അക്രോസ് ജനറേഷൻസ്. അത് തലമുറകളായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രിജുഡീസ് ആണ്. ഇപ്പം അത് മതപരമായിട്ടുള്ള പ്രത്യേകിച്ചുണ്ട്, അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് സൈക്കോളജി. എന്താണ് നമ്മളുടെ ഈ പ്രിജുഡീസിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ തിയറി ഹെൻറി തൈഫൽ എന്ന് പറയുന്ന ആളുടെ ഒരു തിയറിയാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാമൂഹ്യ കഴിയാത്ത ആ വംശജരും, റേസ് അല്ലെങ്കിൽ എത്തിനിസിറ്റി ആൻഡ് ജെൻഡർ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പുലർത്തുന്ന അസഹിഷ്ണുത എന്ന് പറയാം. അതാണ് നമ്മളുടെ സോഷ്യൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പം നമ്മളുടെ നിറത്തെ നമുക്ക് മാറ്റാൻ പറ്റിയല്ല, അതുപോലെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ളത് മാറ്റാൻ പറ്റിയല്ല. ഇനി ഇതിന്റെ മറ്റൊരു ഇത് എന്ന് പറയുന്നതിന്റെ ഒന്നാണ് പ്രത്യേകിച്ച് കുടിയേറ്റക്കാരുടെ. ഇപ്പം നമ്മൾ ഉദാഹരണം മലയാളികളുടെ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളൊക്കെ രണ്ട് സാംസ്കാരികമായുള്ള രണ്ട് തട്ടിലാണ് അവരുടേത്. ഒന്ന്, അവരവരുടെ മാതാപിതാക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മലയാളികളുടെ തനിമയാർന്നിട്ടുള്ള ആ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. അതേസമയം അവർക്ക് മറ്റുള്ള ഈ സമൂഹത്തിൽ നിന്ന് ഇവിടെ കിട്ടുന്ന ആ ഒരു വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം അവരുടെ ആ സോഷ്യൽ ഐഡന്റിറ്റി തിയറിയിൽ പെട്ടതാണ്. ദെൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ബയസ് എന്ന് പറയും. അതായത് നമ്മൾക്ക് ഓരോ ഗ്രൂപ്പിൽ നമ്മൾ പെട്ടവരാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചിലപ്പോൾ തൊഴിലവസരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ അതുപോലുള്ള കൂടുതൽ ഫേവററ്റിസം, പ്രത്യേകിച്ച് അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോഴേക്കും മറ്റുള്ളവർ തമ്മിലുള്ള, അതായത് അത് കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് അസംതൃപ്തി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവരോട് ബയസ്ഡ് ആകുന്നു. ഇതൊക്കെ മാനസികമായിട്ടുള്ള കാരണങ്ങളായി മാറും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി. അതായത് ഈ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് തമ്മിലുള്ള, ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതാണ്. അവർക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും, തൊഴിലവസരങ്ങളാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രിവിലേജുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നു. അതേസമയം പുറത്തു നിൽക്കുന്നവർ ഈ മറ്റു ഗ്രൂപ്പുകളോട് കാണിക്കുന്ന ബയസ്, അത് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്. ദെൻ സ്റ്റീരിയോ ടൈപ്പിംഗ്, അതായത് നമ്മളുടെ സ്വഭാവ രീതികൾ, സ്റ്റീരിയോ ടൈപ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളുടെ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ നിന്നുണ്ടാകുന്നതും, അതുപോലെ തന്നെ അതെന്താണ് എഫിഷ്യന്റ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടൂൾസ് ആയിട്ട് വരും. അതായത് നമ്മൾ വെച്ച് പുലർത്തുന്ന നമ്മളുടേതായിട്ടുള്ള ചില പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിലതിനോട് നമ്മൾ വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഉദാഹരണം ഭക്ഷണത്തെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വസ്ത്രധാരണത്തെ കുറിച്ചായിരിക്കാം, മറ്റതുപോലുള്ള ഏതെങ്കിലും ഇതിനോട് നമ്മൾ വച്ച് പുലർത്തുന്ന ആ താല്പര്യക്കുറവ്, അത് പ്രിജുഡീസ് ആണ്. അടുത്തത് സോഷ്യൽ ലേണിംഗ് ആണ്. നമ്മൾ
എങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ ജീവിയാണ് നമ്മൾ. അത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒബ്സർവേഷൻ ഉണ്ടാകും. നമ്മളിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മനോഭാവങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, ഇതിനനുസരിച്ച് നമ്മൾ അതിനോട് ഒന്നുകിൽ സഹിഷ്ണുത കാണിക്കും അല്ലെങ്കിൽ അസഹിഷ്ണുത കാണിക്കും. ഇത് അതായത് നമ്മളുടെ തന്നെ ഒബ്സർവേഷൻ കൊണ്ടുണ്ടാകാം. അത് ചിലപ്പം നമ്മുടെ ആ ഒബ്സർവേഷൻ നമ്മൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലോ നമ്മൾ പെരുമാറുന്നിടത്തോ നമ്മുടെ മക്കൾക്കോ ഒക്കെ നമ്മൾ നമ്മൾ അത് അവർക്ക് പകർന്നു കൊടുക്കും. അതും ഒരു കാര്യമായിട്ട് മാറുന്നു. അടുത്തത് ഇംപ്ലിസിറ്റ് പ്രിജുഡീസസ് എന്ന് പറയും. അതായത് നമുക്ക് അറിയുന്നില്ല, അതായത് സ്റ്റീരിയോ ടൈപ്സ് ആണ്. അത് നമ്മുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ പെരുമാറ്റത്തെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഒരു പരിധി എന്നല്ല, തീർച്ചയായിട്ടും നമ്മൾ അൺകോൺഷ്യസ് ആണ് ആ പെരുമാറ്റ രീതികളെ കുറിച്ച്. എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് നമ്മൾ കാണിക്കുന്ന ആ വിഭാഗീയത ഉണ്ടാകും. ഇപ്പം അതായത് നമ്മുടെ മനോഭാവങ്ങളിൽ അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ സ്വദേശീയരായിട്ടുള്ള അവർ പറയുകയാണ് പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ ആൾക്കാരോട് കാണിക്കുന്ന ഒന്നുണ്ട് ഇംപ്ലിസിറ്റ് ആയിട്ട്. അതിങ്ങനെ തലമുറകളായിട്ടുള്ള, ഉദാഹരണമായിട്ട് ഇപ്പം അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഓൾ ബ്ലാക്സ് ആർ ഡ്രഗ് അഡിക്ട്സ് ഓർ ആൽക്കഹോളിക്സ് എന്ന് പറയും. അതങ്ങനെ, അല്ലെങ്കിൽ ആ രീതിയിലാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും അങ്ങനെയാണ്. കറമ്പന്മാരായിട്ടുള്ള ആളുകൾ, ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അവര് ഡ്രഗ്സ് വിൽക്കുന്നവരാണെന്നുള്ള ഒരു പൊതുധാരണ യൂറോപ്യൻ സമൂഹങ്ങളിലും ഉണ്ട്. ഞാനത് വ്യക്തമായിട്ട് പേഴ്സണലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചില കറമ്പന്മാരെ ഇങ്ങനെ പിടിക്കുന്നത്, പോലീസ് മെട്രോ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ പിടിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്തുകൊണ്ട് ചെയ്തതാണെന്നുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്നപ്പം ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവനോട് ഒരു പോലീസുകാരി വന്ന് എന്തോ സംസാരിച്ചു. ഞാനും ഉണ്ട് അവിടെ അടുത്ത് നിൽപ്പുണ്ട്. എന്തോ സംസാരിച്ചു, കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല എന്താണെന്ന്. പക്ഷെ എന്നാലും പെട്ടെന്ന് അവള് ഇങ്ങനെ പോലീസിനെ വിളിച്ചു. അവർ പെട്ടെന്ന് ഓടി വന്നു. 1-2 മിനിറ്റ് കൊണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഒരു അമേരിക്കക്കാരൻ, ഒരു കറമ്പൻ ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പം ഒരു 4-5 പോലീസുകാര്, ക്രിമിനൽ പോലീസ് ചെന്നിട്ട് അയാളെ പിടിച്ച് ആ റെയിൽവേ സ്റ്റേഷൻ, സാധാരണ അസാധാരണമാണ് അങ്ങനെയുള്ള തല്ലൊക്കെ കൊടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ അമേരിക്കക്കാരന് ഇവിടുത്തെ അമേരിക്കൻ സ്കൂളിലെ ഒരു PT ഫിസിക്കൽ ട്രെയിനർ ആയിരുന്നു. അയാളെ എതിർത്തുകൊണ്ടായിരിക്കാം അവിടെ വെച്ച് ഒത്തിരി അടിച്ചു അയാളെ പരസ്യമായിട്ട്. അതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള ഇംപ്ലിസിറ്റ് പ്രിജുഡീസസ് കൊണ്ടുണ്ടാകുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്ന ഒന്നുണ്ട് സൈക്കോളജിയിൽ. അതായത് ഇവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, അവിടെ പ്രൊമോഷൻ അതുപോലെയുള്ള ഇതുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രിജുഡീസ് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ചിലർ അത് തട്ടിയെടുക്കാൻ നോക്കുന്നു. ഇപ്പൊ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ, ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം, മതപരമായിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം, ഏതെങ്കിലും എത്നിക് ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കാം, അവർക്ക് അത് കൊടുക്കുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രിജുഡീസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇതിനൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല. ദെൻ അടുത്തത് നീചത്വങ്ങൾ, അല്ലെങ്കിൽ ഒരു സമുദായം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവരേറ്റവും വലിയവരാണെന്ന്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിയുള്ളവരാണ്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ പ്രിവിലേജുകളും വേണമെന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. ആ ഹൈറാർക്കി ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്നൊക്കെ പറയുന്നത് പോലെ, ഇതുപോലെയുള്ള അവരുടെ ആ ശക്തികൾ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അവർ അടിമകളാക്കി, അല്ലെങ്കിൽ അവരെ കൃഷിക്കാരാക്കി, അല്ലെങ്കിൽ അടിമകളെ പോലെ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ജോലിയിലുള്ള ആ സ്റ്റാറ്റസ് കോ, ഇതെല്ലാം പ്രിജുഡീസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഈ പ്രിജുഡീസ് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റീരിയോ ടൈപ്സ് അവയർനെസ് ആണ്. സ്റ്റീരിയോ ടൈപ്സ് അവയർനെസ് എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാണ്, നമ്മളുടെ ചില തോട്ട് പാറ്റേൺസ് ആണ്. അതിൽ നിന്നുണ്ടാകുന്നത് സ്റ്റീരിയോ ടൈപ്പ് എൻഡോഴ്സ്മെന്റ് ഉണ്ടാകും. അതായത് നമ്മളുടെ ചിന്തയിൽ യെസ് ഇറ്റ് ഈസ് ട്രൂ ഓർ ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്നുണ്ടാകും. കൂടുതലായിട്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് കൂടുതൽ ഇൻക്ലിനേഷൻ ഉള്ളത്.
അപ്പൊ എന്ത് ചെയ്യും? അത് യെസ് ഇറ്റ് ഈസ് ട്രൂ, അല്ലെങ്കിൽ ആ മതം, അല്ലെങ്കിൽ ആ സമുദായം, അല്ലെങ്കിൽ ആ എത്നിക് ഗ്രൂപ്പുകൾ അങ്ങനെയാണെന്നുള്ള നമ്മളുടെ ആ ചിന്തയിൽ നിന്ന് അത് വരുന്നു. അത് കൂടുതലായിട്ട് നമ്മൾ യെസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും അത് പ്രിജുഡീസ് ആകുന്നു. അത് പിന്നെ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാണ് കാറ്റഗറൈസേഷൻ പ്രധാനമായിട്ടും നടത്തുന്നത്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ അവർ ബ്രെയിൻ. ദെൻ ഫീലിങ്സ് ഓഫ് ടുവേഴ്സ് അബൌട്ട് എ ഗ്രൂപ്പ്സ്. എന്തെങ്കിലും നമ്മളുടെ വികാരങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് വരുന്നു. ഇതാണ് ഇവിടെ. അതായത് പിന്നെ ഇവിടെ ഉള്ളത് പ്രോസസ്സിംഗ് ആണ്. സ്റ്റീരിയോ ടൈപ്സ്, പ്രിജുഡീസസ്, ഡിസ്ക്രിമിനേഷൻ അത് പ്രോസസ്സ് ചെയ്യുന്നതിന് പെട്ടെന്ന് സാധിക്കുന്നു. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് പ്രിജുഡീസ്. ഒന്ന് റേഷ്യൽ പ്രിജുഡീസ്, നമുക്കറിയാം, വംശീയമായിട്ടുള്ളത്. ദെൻ സെക്സിസം എന്ന് പറയുന്നത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് സ്ത്രീകളിലും പെൺകുട്ടികളിലും കാണുന്നതാണ്. അതായത് അവരാണ് സ്ത്രീകൾ, ചില സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ അത് പെൺകുട്ടികൾക്കും അവർ പകർന്നു കൊടുക്കും, കൊച്ചുകുട്ടികൾക്കും. അതായത് നമ്മളാണ് കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കാണ് കൂടുതൽ പ്രാധാന്യം വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് സുപ്പീരിയർ ആയിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതി തലമുറകളായിട്ട് നമ്മളുടെ സ്ത്രീകളിൽ അത് കൂടുന്നുണ്ട്. അതാണ് സെക്സിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഏജിസം, പ്രായപൂർത്തിയായവരോടുള്ള അവഗണന. ഇവരൊന്നും ഇനി വേണ്ട, ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയണം എന്നുള്ള ആ ഒരു ചിന്താഗതി, അവരെ അവഗണിക്കുക, അല്ലെങ്കിൽ അവരോട് നീരസത്തോടു കൂടി പെരുമാറുക. ദെൻ ക്ലാസിസം എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ വേണമെങ്കിൽ പറയാം, അത് ഇവിടെയും ഉണ്ട്. കാസ്റ്റ് അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ, അതായത് അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ ലോവർ ക്ലാസ്, അല്ലെങ്കിൽ വൈറ്റ് മെൻ, അല്ലെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻസ്, അല്ലെങ്കിൽ ഏഷ്യൻകാർ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു തരത്തിലുള്ളത് നമ്മുടെ നാട്ടിലും പ്രകടമായിട്ട് നിങ്ങൾക്കറിയാം അതിന്റെ ഉദാഹരണങ്ങൾ. ദെൻ ഹോമോഫോബിയ ആൻഡ് ട്രാൻസ്ഫോബിയ. ഹോമോഫോബിയ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷൽസിനോടുള്ള ആ ഒരു ഭയം, അല്ലെങ്കിൽ അതിനോടുള്ള ഇത്. 3 ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ക്ലബില് അവരുടെ ഒരു പാർട്ടി നടക്കുന്നതിന് സമയത്ത് ഹോമോഫോബിയയെ കുറിച്ച്, ഏതോ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കളിക്കാരെന്തോ ഉണ്ടായിരുന്നു, അതേക്കുറിച്ച് കമന്റ് അടിച്ചു. അതിനെക്കുറിച്ച് ഒത്തിരി അന്വേഷണങ്ങളും ഈ രാജ്യത്ത് തന്നെ വലിയൊരു ഒച്ചപ്പാടുണ്ടായതാണ്. മീഡിയയിലെല്ലാം വന്നു, അതിനെക്കുറിച്ച് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ പേരിൽ ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കണം, കത്തോലിക്ക മതമല്ലാതെ ബാക്കി എല്ലാ മതങ്ങളും, പ്രോട്ടസ്റ്റന്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതങ്ങളും, ബാക്കി എല്ലാവരും ഹോമോസെക്ഷൽസിന്റെ ആ മാര്യേജ് അവരുടെ ആ സഭയുടെ അല്ലെങ്കിൽ ആ മതത്തിന്റെ പേരിലുള്ള അത് അവർ അംഗീകരിക്കുന്നുണ്ട്. പ്ലസ് ഇവിടുത്തെ ഗവൺമെന്റും അംഗീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പോലും ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ആ ഭയം, അല്ലെങ്കിൽ ആ പ്രിജുഡീസ് ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ട്രാൻസ്ഫോബിയ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡറിനോടുള്ള ആ പ്രിജുഡീസ്. ദെൻ നാഷണലിസം, ദേശീയത, നിങ്ങൾക്കറിയാവുന്നതാണ്. റിലീജിയസ് പ്രിജുഡീസസ് ഉണ്ടാകും. ഓക്കെ, അതും വളരെ ക്ലിയർ ആണ്, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ സെനോഫോബിയ, അതായത് അപരിചിതരായിട്ടുള്ള ആളുകളോട്. ഈ നാട്ടിൽ നമ്മളിപ്പം കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് അങ്ങനെയാ. ഏതെങ്കിലും ആളുകൾ, ഞാനൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആരാ എന്താ എന്ന് ചോദിക്കും. അതായത് പരിചയമില്ലാത്ത ഒരാൾ ഒരു ഗ്രാമത്തിൽ പ്രത്യേകിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആരാ, എന്താ, എവിടെ വന്നതാ, എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ഭയം എന്തിനാണെന്നുള്ളത്. എനിവേ, നമുക്ക് അതായത് പരിചിതമല്ലാത്ത ആളുകളോടുള്ള ഭയം. ദെൻ ഡിസബിലിറ്റി പ്രിജുഡീസസ്, ഏബിളിസം എന്ന് പറയും. അതായത് ഡിസബിൾ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു നീരസം. ദെൻ വെയിറ്റ് ഫോബിയാസ്, നല്ല വണ്ണവും കുടവയറും ഒക്കെ ഉള്ള ആളുകളോട്, അത് സ്ത്രീകളോടോ പുരുഷന്മാരോടോ, അവരോടുള്ള ഒരു ഫാറ്റ് ഫോബിയ എന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെയുള്ള ഫോബിയ ഉണ്ട്, അല്ലെങ്കിൽ പ്രിജുഡീസ് ഉണ്ട്. റിലേഷണൽ പ്രിജുഡീസസ്, അതായത് നമ്മുടെ ആ റിലേഷൻഷിപ്പിലുള്ള പ്രിജുഡീസസ് ഉണ്ടാകും. ഫാമിലിയിൽ, അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ജോലി സ്ഥലത്ത്, വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടാകുന്ന ഒരു റിലേഷണൽ ഫോബിയ, ഹെൽത്തി അല്ലാത്തത്. വൈ പ്രിജുഡീസസ് ഒക്കർ എന്ന് ചോദിച്ചാൽ, ഒന്ന് കോഗ്നിറ്റീവ് എഫിഷ്യൻസി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളുടെ ബ്രെയിന് നെഗറ്റീവാണ്, കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻക്ലിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നെഗറ്റിവിറ്റിയോട്. അതുപോലെ തന്നെ ബ്രെയിൻ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ സർക്യൂട്ട് ദീർഘമായിട്ടുള്ള ഒരു സർക്യൂട്ടിലേക്കല്ല പോകുന്നത്. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു
ആക്ഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് കട്ടിലാണ് അത് എടുക്കുന്നത്. ദാറ്റ് മീൻസ് അത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അല്ലെങ്കിൽ ഇതിനെ കോഗ്നിറ്റീവ് ഇക്കോണമി എന്ന് പറയും. കൂടുതൽ സമയം, കൂടുതൽ എനർജി ഉപയോഗിക്കാതെ, കൂടുതൽ ചിന്തകൾ ഉണ്ടാകാതെ പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് നമ്മളുടെ ആ ബ്രെയിനിന്റെ ഒരു ഒരു പ്രത്യേക സ്വഭാവമായിട്ട് ഉണ്ടാകുന്നു. അത് ഒരു കാരണമാണ്. അടുത്തത് സോഷ്യലൈസേഷൻ ആൻഡ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. സാമൂഹ്യമായിട്ട് നമ്മൾ പഠിച്ചത് ആ രീതിയിലുള്ള രീതികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ ആ പ്രോസസ്സിൽ സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകുന്ന ആ ട്രാൻസ്മിഷൻ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അടുത്തത് കൺഫർമേഷൻ ബയസ് എന്ന് പറയും. People tend to notice or remember information that confirms existing belief stereotypes. അതായത് നമുക്കത് ശരിയാണ്, ഓക്കെ, അത് പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം അറിഞ്ഞു, അത് ശരിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടാകും. ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഇവിടെ ഒരു കൺഫർമേഷൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ മുഷിഞ്ഞ വസ്ത്രധാരികൾ അവർ ചിലപ്പോൾ കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പം മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരായിരിക്കും എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ചിന്താഗതികൾ. ദെൻ ലിമിറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പക്ഷേ ഇൻഫർമേഷൻ ഇല്ല, പേഴ്സണൽ എക്സ്പീരിയൻസും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ. പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ അതുപോലെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അസമയത്ത് ചിലർ ഏതെങ്കിലും ഒരു വഴിയെ നടന്നു പോകുന്നു, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല, അറിയാൻ നമുക്ക് താല്പര്യവുമില്ല. അപ്പം എങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്നുള്ള നമ്മളുടെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഏതെങ്കിലും നമുക്ക് അവരോടുള്ള ആ പ്രിജുഡീസ് കീപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ദെൻ സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ചിലപ്പോൾ നമ്മളുടെ സ്റ്റീരിയോ ടൈപ്സ് എന്ത് ചെയ്യുന്നു, ഓഫൺ സോഷ്യൽ ഐഡന്റിറ്റി, നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മളുടെ ഓരോ ചെറിയ ഗ്രൂപ്പുകളിൽ പോലും സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ടാകും. അത് നമ്മുടെ നാട്ടിലുണ്ടാകും, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ആകുമ്പോഴേക്കും അത് കുറച്ചുകൂടി പ്രകടമാണ്. കാരണം ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന, നാടെന്ന് ഞാൻ ഉദ്ദേശിക്കും ഇന്ത്യക്കാര് എന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുമ്പോഴേക്കും അത് ചിലപ്പം ഓരോ സ്റ്റേറ്റ് ബേസിൽ വരും. സ്റ്റേറ്റ് ബേസിൽ വന്നു കഴിയുമ്പോഴേക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഡിസ്ട്രിക്ട് ബേസിലുള്ള ഗ്രൂപ്പുകളും ഗ്രൂപ്പീസങ്ങളും അസോസിയേഷൻസ് വരെയുണ്ട്. ഞാൻ അറിയുന്ന എന്നോട് ഒരാൾ പറഞ്ഞു, അതായത് ആയിരക്കണക്കിന് ആന്ധ്രാക്കാരൊക്കെയുള്ള അമേരിക്കൻ സ്റ്റേറ്റിൽ ഒരൊറ്റ ആന്ധ്രാക്കാരുടെ ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ 1000 എന്താണ് മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3, 4, 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. പലതിനെ ബേസ് ചെയ്ത്, ഒന്നിനെ അംഗീകരിക്കാത്തതിന്റെ പേരിലുണ്ടാകും, അല്ലെങ്കിൽ അത് ഡിസ്ട്രിക്ട് ബേസിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാകും. ഓക്കെ, ദെൻ വൈ പ്രിജുഡീസ്. ഓക്കെ, അടുത്തത് മീഡിയ ഇൻഫ്ലുവൻസ്. അതിപ്പോൾ വളരെ പ്രകടമാണ്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്. ദെൻ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതുണ്ട്. ദെൻ അടുത്തത് ഇംപ്ലിസിറ്റ് ബയസ്. അത് അറിയാതെ തന്നെ നമ്മൾ തലമുറകളായിട്ട് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്നതാണ്. സോ ദെൻ അടുത്തത് ഹൗ ടു ഓവർകം പ്രിജുഡീസസ്. എങ്ങനെയാണ് നമ്മൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട്, ഇത് നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രിജുഡീസുകളും നമ്മൾ അറിയാതെ പോകുന്നുണ്ടെങ്കിലും നമ്മളിൽ ഉള്ള എനർജി നമുക്ക് ഒത്തിരി നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സുസ്ഥിതി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേക്കുറിച്ച് അറിഞ്ഞ് അത് ബോധപൂർവം അല്ലെങ്കിൽ അവബോധത്തോടു കൂടി നമ്മൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള നമ്മളുടെ തെറ്റിദ്ധാരണകൾ, മുൻവിധികൾ, നീരസങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒന്ന് സെൽഫ് അവെയർനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ കൂടുതൽ സെൽഫ് അവെയർനെസ് ഉണ്ടാകുന്നു. അതായത് അവരെന്താണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കുണ്ടാകുന്നു. നമ്മുടെ ചിന്തകളെ കുറിച്ച്, നമ്മളുടെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ റിയാക്ഷൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് തീരുമാനിക്കുന്നതിന് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അടുത്തത് റെക്കഗ്നൈസിങ്. നമ്മൾ അറിയുന്നു, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. അത് പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തയുടെ ലോകത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. കരിയിലേക്ക് കാറ്റ് പിടിച്ചതുപോലെ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിന്തകൾ. അത് പിന്നെ നമ്മൾ പലതരത്തിൽ അത് നമ്മൾ ഷെയർ ചെയ്യുന്നു, നമ്മൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലൂടെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അപ്പം മൈൻഡ്ഫുൾനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഇത് നമുക്ക് ഓരോരുത്തരിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ല. നേരെ മറിച്ച് അവനവന് നന്നാകുക, അല്ലെങ്കിൽ അവനവന്റെ സന്തോഷം, സമാധാനം, ശാന്തി അല്ലെങ്കിൽ വെൽബീയിങ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നെത്താൻ അറിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ
കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ കൾട്ടിവേറ്റിംഗ് എമ്പതി, കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള നമ്മളുടെ മനസ്സിലിരിപ്പ്, മനസ്സിലുള്ള ആ നീരസങ്ങൾ അല്ലെങ്കിൽ വെറുപ്പ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാതെ, നമുക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള അറിവില്ലാതെ, അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മളിൽ ഉണ്ടാകുന്ന അത് സാമൂഹ്യമായിട്ട് സാംസ്കാരികമായിട്ടൊക്കെ കിട്ടിയതായിരിക്കും. അതിനെ നമുക്ക് കൂടുതൽ എമ്പതി, നമ്മൾ പലപ്പോഴും മൈൻഡ്ഫുൾനെസ് ഫോർ എമ്പതി ഉണ്ട്. അതായത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ സമയത്ത് നമുക്ക് എമ്പതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെ കൂടുതൽ സ്വീകരിക്കാൻ, അവരോട് കൂടുതൽ എമ്പതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് ചലഞ്ചിങ് സ്റ്റീരിയോ ടൈപ്സ്. നമ്മളുടെ സ്റ്റീരിയോ ടൈപ്സ് നമ്മൾ അറിയാതെ അൺകോൺഷ്യസിൽ നമ്മൾ വന്നിട്ടുള്ള അതിനെ കൂടുതലായിട്ട് നമുക്ക് അടുത്തറിയാൻ പറ്റണം, ഇല്ലേ? നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സന്ധ്യാസമയത്തുള്ള ഒരു വഴിയിൽ കിടക്കുന്ന ഒരു കയറോ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് വെളിച്ചക്കുറവുള്ളതുകൊണ്ടാണ്. ഇതുപോലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ വ്യാപാരങ്ങളെ നമുക്ക് അടുത്തറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സഹായം നമ്മളെ ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം പോലെ. അപ്പൊ നമുക്കത് അറിയാം, ഇത് കയറാണോ പാമ്പാണോ എന്ന് അറിയാൻ നമുക്ക് സാധിക്കും. അപ്പം കൂടുതലായിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ സ്റ്റീരിയോ ടൈപ്പുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞ് അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അല്ലെങ്കിൽ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്തത് പ്രാക്ടീസിങ് നോൺ റിയാക്ടിവിറ്റി. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തുന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഡോൺ റിയാക്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മളുടെ മെഡിറ്റേഷന്റെ സമയത്ത്. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? റെഡ്യൂസിങ്, നമ്മൾ അത് അങ്ങനെ വരുന്നത് ഒന്നിനെ എന്തെങ്കിലും ഒരു വിചാരങ്ങൾ നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്ത ഒന്ന് ഇതുണ്ടാകുന്നത്, അസഹിഷ്ണുത നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ റിയാക്ടിവിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് സാധിക്കും. അത് നമുക്ക് ഇപ്പം നമ്മളുടെ ആ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ദെൻ കൾട്ടിവേറ്റിംഗ് അക്സെപ്റ്റൻസ്, മോർ അക്സെപ്റ്റൻസ്. ഇപ്പം ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നാട്ടിൽ ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും തന്നെ, ചില സ്ഥലത്ത് മഴ പെയ്തിട്ടുണ്ട്. ആ ചൂടിനെ കുറിച്ചുള്ള നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലോ. ഭയങ്കര ചൂടാണ്, ഓക്കെ, ചൂടുണ്ട്, ഞാനത് പറയുന്നു. എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരു ഉദാഹരണമാണ്, നമുക്ക് കൾട്ടിവേറ്റിംഗ് എ മെന്റാലിറ്റി ടു അക്സെപ്റ്റ്, റാഡിക്കൽ അക്സെപ്റ്റൻസ് ഉണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. എന്താണ്, അൺകണ്ടീഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദെൻ ബിൽഡിംഗ് ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റീസ്, അതായത് ഈ ഇന്റഗ്രേഷൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പം നാട്ടിലൊക്കെ ഉണ്ട് ദേശീയ ഉദ്ഗ്രഥനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അല്ലേ? നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ്. ഇപ്പൊ അതുണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെയാണെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ട്. ഓരോ ഗവൺമെന്റുകളും, ഞങ്ങളുടെ ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ് മില്യൺസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ വിയന്ന ഗവൺമെന്റും അവരും മില്യൺസ് ഓഫ് യൂറോ മുടക്കിയിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. വിദേശങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരായിട്ട് വരുന്ന ആളുകളെ, പ്രത്യേകിച്ച് റെഫ്യൂജികളായിട്ടുള്ള വരുന്ന ആളുകളെ ഭാഷ പഠിപ്പിക്കുന്നു, ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ച് പറയുന്നു. അതുപോലെ പല പല കാര്യങ്ങൾ പഠിപ്പിച്ച് ഈ പൊതുസമൂഹത്തിലേക്ക് അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇതാണ്, കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനം. അത് ഗവൺമെന്റ് നടത്തണം, വ്യക്തികൾ നടത്തണം, വോളണ്ടിയർ ഗ്രൂപ്പുകൾ നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അവരെ ആ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവന്ന് പരസ്പര ധാരണയോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി സാംസ്കാരികമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു പോകാൻ പറ്റും. ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. അതായത് ഒരു 300-400 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ തമിഴ് കമ്മ്യൂണിറ്റി ശ്രീലങ്കയിൽ ചെന്നതിന് ശേഷം അവർ ആ തമിഴരുടേതായിട്ടുള്ള തനിമ കീപ്പ് ചെയ്യാൻ നോക്കി. അവിടുത്തെ ആളുകളുമായിട്ട് ഒട്ടും തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തില്ല. ഇന്റഗ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തദ്ദേശീയമായ ഭാഷാ പഠനം എന്ന് പറയുന്നത്. അവരത് പഠിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? പിൽക്കാലത്ത് 2-3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ച എന്താണെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ക്ലാസിന്റെ കൺക്ലൂഷന് മുമ്പ് ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾനെസ് ടു റെഡ്യൂസ് പ്രിജുഡീസസ് എന്നുള്ളതാണ്. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എമ്പതി. കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എമ്പതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അവരോട് കൂടുതൽ ദയ അല്ലെങ്കിൽ കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ദെൻ റെഡ്യൂസസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിവിഷൻ. നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ സമുദായങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള പ്രിജുഡീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് സാധിക്കും.
ഇതുവഴി നമുക്ക് സോഷ്യൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു 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 നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇത് തന്നെ ഞാൻ പറഞ്ഞതിന്റെ ഏകദേശം അത് തന്നെയാണ്. അതായത് നമ്മളിലുള്ള ആ ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഡൈവേഴ്സിറ്റിയിൽ കൂടുതൽ ഇൻക്ലൂഷൻ വരുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് ആളുകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു പൊതുധാരണയിലേക്ക്, മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്കുണ്ടാകും. ദെൻ എൻഹാൻസസ് പേഴ്സണൽ ഗ്രോത്ത്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഗ്രോത്തിന് നമുക്കൊരു സമഗ്രമായ ഒരു ഒരു വ്യക്തിത്വം തന്നെ വളർത്തിയെടുക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നു. ദെൻ സ്ട്രെങ്തൻസസ് റിലേഷൻഷിപ്പ്. അത് ചിലപ്പം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തിബന്ധങ്ങളിലാകാം, ഈവൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ചിലപ്പോൾ പ്രിജുഡീസസ് ഉണ്ടാകും ഓരോ തരത്തിൽ, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ, അല്ലെങ്കിൽ അമ്മായിപ്പനും മരുമകനും തമ്മിൽ ഇതുപോലെയുള്ള പ്രിജുഡീസസ് കീപ്പ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം കൂടുതൽ നമ്മളുടെ ആ റിലേഷൻഷിപ്പിനെ ഫോസ്റ്റർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് സഹായിക്കും. അടുത്തത് ഫോസ്റ്റേഴ്സ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മളുടെ സമയം, നമ്മളുടെ ഊർജം കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഇന്റഗ്രേഷന്റെ ഇതിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഓരോ വ്യക്തികളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ സമൂഹങ്ങളിൽ കൂടുതൽ ഉണ്ടാകും. കാരണം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും. ദെൻ പ്രൊമോട്ട്സ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യമായ നീതി പുലർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഓരോ സമൂഹത്തിലും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. ഇംപ്രൂവ്സ് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്. ഓക്കെ, നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുസ്ഥിതിക്ക് അത് സഹായിക്കുന്നു. ക്രിയേറ്റ്സ് പോസിറ്റീവ് റോൾ മോഡൽസ്. നമുക്ക് ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ തീർച്ചയായിട്ടും കൂടുതൽ അവർ റോൾ മോഡലായിട്ട് വരുന്നു. അതായത് അവരൊരു പൊതുസമൂഹത്തിൽ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നീതി പുലർത്തുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്റഗ്രിറ്റി ഉള്ളവരാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് നീതി പ്രതീക്ഷിക്കാം, എല്ലാവരോടും നീതി ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ അങ്ങനെയുള്ള റോൾ മോഡൽസ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും. ദെൻ സ്ട്രെങ്തൻ സൊസൈറ്റി ഇൻ ജനറൽ. നമ്മളുടെ സമൂഹത്തിന്റെ സാമൂഹ്യമായ ഭദ്രത, അതിന്റെ ആ കെട്ടുറപ്പ് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതുവഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ക്ലിയർ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സർ ഒന്ന് പറഞ്ഞോട്ടെ, പ്ലീസ്. ഓക്കെ. യുവർ ക്ലാസ് വാസ് റിപ്പോർട്ടിംഗ് ഈ സിസ്റ്റംസ്, ഈ സിറ്റുവേഷൻസ് നമ്മുടെ സമൂഹത്തിൽ, ഇൻഡിവിജ്വൽസിൽ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അത് നോട്ട് ഓൺലി ഇൻ ഇൻഡിവിജ്വൽസ്, ഫാമിലീസിൽ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ്സിൽ, റേസസിൽ എല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ സിവിലൈസേഷന്റെ അല്ലെങ്കിൽ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു നമ്മുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇന്റർകാസ്റ്റ് മാരേജിന് തയ്യാറാവുമ്പോഴൊക്കെ പേരൻസ് വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതേപോലെയാണ്. അപ്പൊ അത് ഗുഡാണോ ബാഡാണോ എന്നൊന്നും നമുക്കൊരു തീരുമാനം പറയാൻ പറ്റാതെ ഇതിനൊപ്പം നമ്മൾ യോജിച്ചു പോവല്ലേ കഴിയുള്ളൂ. നമുക്ക് ഈ മുൻവിധി അല്ലെങ്കിൽ പ്രജുഡൈസ്, ഇത് നമുക്ക് തലമുറകളായിട്ട് കൈമാറി കിട്ടുന്ന ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്ന ചില ഒപ്പീനിയൻസ് ആണ്. അതെല്ലാം അങ്ങോട്ട് തെറ്റാണ്, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീ ആവണമെന്ന് പറയാൻ കഴിയുമോ? സോഷ്യൽ ലൈഫിൽ നമുക്കത് കഴിയാറുണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ, സർ. ഓക്കെ സാറേ, ഞാനത് ഇത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സാറ് ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു, സാറിന്റെ ചോദ്യം മനസ്സിലാക്കുന്നെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റുള്ള നമ്മളത് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനവരാശി പൊതുവെ എപ്പോഴും ഓരോ കാര്യങ്ങളിൽ ഓരോ സാഹചര്യത്തിലൂടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞു, 1967 നടന്ന ഒരു വിധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അവരത് ദിസ് ഈസ് അഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് വരെ പറഞ്ഞാണ് ആ ജഡ്ജി അത് തീരുമാനിച്ചത്. പക്ഷെ ഇന്നിപ്പം അമേരിക്കയിൽ അത് ഇന്റർ റേഷ്യൽ മാരേജ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് മാറി. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ പ്രിജുഡീസ് കൊണ്ടാണ് നമുക്ക് സാധിക്കാതെ വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അവരെ അവരെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും.
ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മറുവശം കേരളത്തിലുള്ളതിൻ്റെ ഒരു മറുവശം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് എന്താണ്, ആളുകളെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക പേര് പറയും. ആ വാക്കെനിക്ക് കിട്ടുന്നില്ല. അവരെ കൊന്നുകളയും, ആണുങ്ങളെ കൊന്നുകളയുക, പെണ്ണിന്റെ വീട്ടുകാര്. എന്താ പറയുന്നത് അതിന്റെ സ്റ്റാറ്റസ് കൊല്ലുന്ന എന്താണ്, എന്തോ ഒരു കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൃത്യം മലയാള വാക്ക് എനിക്ക് കിട്ടുന്നില്ല. എനിവേ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഇതിൽ ആ വേർഡ് ദുരഭിമാന കൊല എന്നാണ് പറയാ. ദുരഭിമാന. താങ്ക് യു. ഇത് നമ്മളുടെ നാട്ടിൽ നിന്ന്, ഇപ്പൊ കേരളത്തിൽ നിന്നുള്ളതിന്റെ വേറൊരു മറുവശമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ദുരഭിമാന കൊലകളൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് വേണ്ട എന്ന് വെക്കാൻ സാധിക്കും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ സാറിന്റെ ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം ഇതാണ്: ഇത് സാവധാനം ഓരോ സമൂഹത്തിലും നടക്കേണ്ടതാണ്. സമൂഹം എന്ന് പറയുന്നത് അതും ഒരു എവല്യൂഷന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതും ആ എവല്യൂഷൻ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. നമ്മളുടെ എവല്യൂഷൻ എന്ന് പറയുന്നത് സമസ്ത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നേച്ചറിൽ നടക്കുന്നുണ്ട്, മനുഷ്യനിൽ നടക്കുന്നുണ്ട്, സമൂഹങ്ങളിൽ നടക്കുന്നുണ്ട്, സംസ്കാരങ്ങളിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, തീർച്ചയാണ്. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ ദുരഭിമാന കൊലകളോ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇവിടെയും ഈ ദുരഭിമാന കൊലകൾ നടക്കാറുണ്ട്. യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ. അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ അത്ര അപൂർവം എന്ന് എനിക്ക് പറയത്തില്ല, പക്ഷേ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അവരതിങ്ങനെ അവരുടെ മകള് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറ്റൊരു ജാതി വിഭാഗത്തിൽപ്പെട്ട, അത് സായിപ്പാകാം അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ വിവാഹം ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ നമ്പറുകൾ കുറേയേറെ പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ റിലീജിയന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. അതേസമയം നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ റിലീജിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ്. അങ്ങനെയുള്ളതല്ലേ കൂടുതൽ ഈ പറയുന്ന പ്രെജുഡിസം, കൂടുതൽ ഈ പറയുന്നതായിട്ടുള്ള ഇന്ത്യയിലെ റിലീജിയസ് ആയിട്ടുള്ള പ്രെജുഡീസസ് കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ അതുപോലെയുള്ള മറ്റ് അനവധിയായിട്ടുള്ള റേഷ്യൽ പ്രെജുഡീസസ് ഉണ്ട്. അതുപോലുള്ള ഒത്തിരി പ്രെജുഡീസസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ കാസ്റ്റ് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഏകദേശം സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്. പിന്നെ റേഷ്യൽ ആയിട്ടുള്ള ആ പ്രെജുഡീസസ് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ചില ജോലികളിൽ, പ്രത്യേകിച്ച് വിദേശികൾ, കുടിയേറ്റക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും സക്സസ് ആകാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് അഭയാർത്ഥികളായിട്ട് വരുന്നവർ. അപ്പൊ അവരും ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും. പക്ഷെ അതെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഡിഫറൻസുകളെല്ലാം തന്നെയുണ്ട്. അത് രണ്ട് മനുഷ്യരുണ്ടെങ്കിൽ അവിടെയൊക്കെ കാണും, അല്ലെ 3 മനുഷ്യർ. ഒറ്റയ്ക്കാണെങ്കിൽ താമസിക്കുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരിക്കും. ബാക്കി എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട്, പക്ഷെ അത് വേറൊരു രീതിയിലായിരിക്കും എന്ന് മാത്രം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പ്രവൃത്തി വഴിയായിട്ട് ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലിക്ക് അല്ലെങ്കിൽ ആ സോഷ്യൽ സിസ്റ്റത്തിന് തകരാറില്ലെങ്കിൽ കുഴപ്പമില്ല. പലപ്പോഴും അങ്ങനെ തകരാറുകൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തരുടെ ഇങ്ങനെയുള്ള ബയസുകൾ, പ്രജുഡീസസ്, സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ കൂടുതൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി വരുന്നത്. ധ്യാനത്തിലേക്ക് പോകാം സാറേ, വേറെ ആർക്കും പറയാനില്ലെങ്കിൽ. ഓക്കെ.
Begin our meditation. Please find a comfortable place. You may sit on a chair or on the floor. Please make all necessary adjustments of your body and clothes also, so that you need not move during the meditation. You may also remove your glasses now. And when you are ready, please gently close your eyes and take a few deep breaths, allowing yourself to relax with each exhale. Please take 2 or 3 deep breaths now. Turn your attention slowly to your breath. Notice the sensations of the breath as it enters and leaves your body. Also notice or feel the rise and fall of our chest or abdomen with each inhale and exhale. Your awareness of the breath. We can turn our attention now to a person, or we can bring somebody, one person or persons to our mind, to whom you held prejudices or biases. Just maybe one person or a group. Then you notice, is there any changes are happening in your body because of your emotions? There any bodily changes, kind of any sensations or feelings that is taking place in your body? And now you observe what is happening in your body. Any tension or discomfort due to the thought of a person or persons that is coming right now in your mind. Please observe
only the feelings without judgment. Do not think about it. Do not put any arguments, right or wrong, in your mind. Just observe without any judgment. Now you may turn your attention to the incoming and outgoing breath. In order to reduce our prejudices and biases, we may extend more compassion to ourselves first. We have to acknowledge that it is normal to have biases and prejudices. Because it is ingrained in us by our societal conditioning. We express our prejudices and biases towards other people because we are not able to understand ourselves, and also the inability to express our compassion to each and every one of us. Right now, you can give a hug to yourself and give a smile also to yourself. Express your compassion to your inner child that is wishing more compassion and comfort, more love from each of us. Stay with the feelings of compassion to oneself and continue the meditation. Meantime, you can express some kind of mantras. Coin some of your mantras by yourself, that you are more compassionate to yourself.
Again, we make our attention to the awareness of the breath. Just to feel how the incoming and outgoing breath is coming and going. Let's shift our attention to a person or persons that we had some prejudices. See that person or persons as human beings, just like yourself, with their own joys, struggles, sorrows, and all kind of experiences. Recognize their humanity and inherent worth. Allow the space to exist on this earth as you are. Allow them to continue with their differences, maybe religious or cultural, or their belief systems, or their caste, whatever it be. It is not their fault, but we can allow them a space for their existence. Now we are going to extend more compassion and empathy or kindness to others who have suffered because of our prejudices or biases. Can repeat some kind of mantras. Please repeat these mantras silently. I acknowledge my biases and I am committed to overcoming them. I acknowledge my biases and I am committed to overcoming them. Relax and just be aware of the incoming and outgoing breath.
Just relax. Feel the relaxation in your body. Now we repeat another mantra or affirmation. Please say, I extend compassion and empathy towards others, regardless of our differences. Breathe in and breathe out. And again repeat, I extend compassion and empathy towards others, regardless of our differences. Now, you just embrace that person. Give him a smile and extend your compassion and empathy. Accept that person that is in your imagination. Let's continue the meditation. Breathe deeply and repeat these affirmations. For such affirmations as many times as feels right for you. Before we conclude our meditation, just be aware of our breath. Feel it. Feel the relaxation of your body now. Now you can express your gratitude to yourself for engaging in this practice of self-reflection and growth. Please express your gratitude towards yourself. Please gently bring your awareness back to this present moment. The awareness of your body, the place where you are sitting, and awareness of the whole environment.
Now you may gently open your eyes. The meditation is over now. Okay. ആന്റണി സാറിന്റെ ഇന്നത്തെ ക്ലാസ് വളരെ റെലവൻ്റ് ആണ്. സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ക്ലാസ് തന്നെയാണെന്ന് തോന്നി. പലതരത്തിലുള്ള പ്രെജുഡീസസ്, ബയസസ്, സ്റ്റീരിയോ ടൈപ്പിംഗ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇപ്പം എല്ലാം നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് വർഗപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെ മതപരമായിട്ടും ഒക്കെ ഉള്ള പ്രെജുഡീസസ് നിലനിന്നിരുന്നു. ഇപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടില്ല. മതമാണ് ഏറ്റവും എളുപ്പത്തിൽ മറ്റുള്ളവനെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയായിട്ട് ഇന്ന് നടന്നു വരുന്നത്. അപ്പോൾ അതിനപ്പുറം ശരിയായ വിദ്യാഭ്യാസം വഴി ഈ പ്രെജുഡീസിനൊക്കെ അപ്പുറം പോകാൻ നമുക്ക് സാധിച്ചാലാണ് ശാശ്വതമായ സമാധാനം നമ്മൾ ആയിരിക്കുന്നിടത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത്. കൂടുതൽ നമുക്കിപ്പോൾ ചർച്ചകളിൽ ടെലിവിഷനിൽ ഇപ്പോൾ 8 മണിക്ക് ചർച്ചകളുണ്ട് പല മാധ്യമങ്ങളിൽ. അപ്പോൾ ഓരോരുത്തരും എത്ര പ്രെജുഡീസ്ഡ് ആണ്, എത്ര സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് അവരുടെ ഓരോരോ കാര്യങ്ങളിൽ അവർ വെച്ച് പുലർത്തുന്ന അവരുടെ വാഗ്വാദത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വളരെ ശത്രുത മനോഭാവത്തോടു കൂടി എതിർ അഭിപ്രായം പറയുന്ന ആളെ അടിച്ചിരുത്താനും ഇപ്പൊ പെട്ടെന്ന് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം വഴി പെട്ടെന്ന് മറ്റുള്ളവർ അയച്ചു കൊടുക്കും. അതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റേറ്റീവായിട്ട് കുറേയൊക്കെ കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ കൂടുതൽ ഇതെല്ലാം കൂടി പോകുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ ശരിയായ വിദ്യാഭ്യാസം വഴി പരസ്പരം തിരിച്ചറിഞ്ഞ് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ഓരോരുത്തരുടെ പ്രെജുഡീസ് കൊണ്ടാകുമ്പോൾ ഓരോ തെറ്റുകളൊക്കെ കാണിച്ചു പോകുന്നു. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ റെലവൻ്റ് ആണ് ഇന്നത്തെ കാലത്തെ നമ്മൾ കാണുന്ന സോഷ്യൽ സിനാരിയോ വെച്ച്. താങ്ക് യു ആന്റണി സാർ, താങ്ക് യു സാബു സാർ. Okay, thank you sir. ഷെയർ ചെയ്യട്ടെ സാർ. സബു സാർ ഇല്ല, സാബു സാർ ഇല്ല. ഓക്കെ, ഷെയർ ചെയ്യാം. പറഞ്ഞ സാർ ആരായിരുന്നു? ഷാജി മാത്യു സാറേ, ഷാജി മാത്യു സാർ പറഞ്ഞ ഓരോ കാര്യവും വളരെ വ്യക്തമാണ്, വളരെ റെലവൻ്റ് ആണ്. സാറിന്റെ മെഡിറ്റേഷൻ, അതായത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ മാറ്റിയെടുക്കാനായിട്ട് പൂർവ്വമായിട്ടുള്ളതായി മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ കൊണ്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്നുള്ള യാതൊരു സംശയമില്ല. ഇന്ന് വളരെയധികം ആധുനിക കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായും അതിന് വലിയൊരു പരിഹാരമാർഗമാണ് സാറ് പറഞ്ഞു തന്നതായിട്ടുള്ള ഇന്നത്തെ ഈ പാഠവും അതുപോലെ മെഡിറ്റേഷനൊക്കെ. വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈശ്വരനെ പിതാവെന്ന് പ്രാർത്ഥനയിൽ വാഴ്ത്തുകയും അതേസമയം നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യനെ സഹോദരന്മാരായിട്ട് കാണാൻ കഴിയാത്തതും ചെയ്യുന്നതാണ് ഏറ്റവും മോശമായ കാര്യം. അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ആക്ച്വലി നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ വലിയൊരു പ്രാർത്ഥനയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തെ പിതാവെന്നൊക്കെ പറയാറുണ്ട്, ഈശ്വരനെ പിതാവെന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ട് അതേസമയം ചുറ്റുമുള്ള മനുഷ്യരെ സഹോദരരായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥ, അതാണ് വിവേകാനന്ദൻ പറയുന്നത്. അതുപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നതിന് കാണപ്പെടാത്ത ദൈവത്തെ കഴിയും. തീർച്ചയായിട്ടും റിലിജ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ പലരും അത് രീതിയിൽ കാണുന്നില്ല. ദൈവത്തിന്റെ സൃഷ്ടികളാണ് പ്രപഞ്ചത്തിലെ എല്ലാവരും. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ കയ്യൊപ്പ് അവരുടെ മേൽ എല്ലാവരുടെ മേലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കയ്യൊപ്പ് കാണാൻ കഴിയാത്തത് നമ്മുടെ നോട്ടത്തിന്റെ ശകാണ്, അല്ലാതെ അവിടെ കയ്യൊപ്പില്ലാത്തതല്ല. കയ്യൊപ്പില്ലെങ്കിൽ ദൈവത്തിന്റെ വിരൽപ്പാട്. ദൈവം അവരെ സൃഷ്ടിച്ചതാണ്. അതായത്
പഠിച്ചവൻ എന്നൊക്കെയല്ലേ പറയാം, പഠിച്ചവനാണ്, അല്ലെങ്കിൽ മണ്ണിൽ മണ്ണിൽ മെനഞ്ഞെടുത്തതാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിന്റെ വിരൽപ്പാട് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. എല്ലാവരുടെയും മേലും, എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചാണ്. അപ്പൊ എല്ലാവരുടെയും മേലും ദൈവത്തിന്റെ വിരൽപ്പാട്, കയ്യൊപ്പം എന്ന് പറയാം, കയ്യൊപ്പോടെ ഉണ്ട്. അത് കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില ആൾക്കാരെ മോശക്കാരായിട്ടും അവരെയൊക്കെ മാറ്റി നിർത്താനും ഈ പറയുന്ന പ്രിജുഡീസും ഈ പറയുന്ന മുൻവിധിയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ മാർഗമാണ് സാർ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രാർത്ഥനയില് ദൈവത്തെ നമ്മുടെ പിതാവെന്ന് വാഴ്ത്തുന്നുണ്ട്, അതേസമയം ചുറ്റുമുള്ള മനുഷ്യനെ സഹോദരനായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആക്ച്വലി ദൈവം പിതാവാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെല്ലാം സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ മേൽ ദൈവത്തിന്റെ കൈവപ്പുണ്ട്. എല്ലാവരും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. പക്ഷേ പെട്ടെന്ന് സാധിച്ചില്ലെങ്കിൽ കുറേശ്ശെങ്കിലും ഈ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ അതിന് സഹായിക്കുന്നതാണെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് സാറിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Okay, thank you, sir. Yeah. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. Then have a nice evening. ഞാൻ ഏപ്രിൽ മാസത്തിൽ ക്ലാസ് എടുക്കുന്നില്ല, കാരണം ഞാനൊരു ഹോളിഡേയ്സിന് പോവുകയാണ്. മെയ് മാസത്തിൽ ഇനി മിക്കവാറും ക്ലാസ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏപ്രിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സാറിനെ ഞാൻ അറിയിച്ചോളാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സാർ. നല്ല ക്ലാസ്സായിരുന്നു സാറ്. മെഡിറ്റേഷനിൽ ഞാനിങ്ങനെ സാറ് പറയും എല്ലാരും ഒന്ന് ഹഗ് ചെയ്യുന്ന പറയുമ്പോ ഞാൻ ഇങ്ങനെ ഹഗ് ചെയ്ത്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. താങ്ക് യു സാർ. No problem. Yeah, you can hug yourself as many time you can, and then you can smile anytime. Yeah, that's very good for your health and your peace of mind. Yeah, your body and mind. Yeah. താങ്ക് യു സാർ. Okay then. Thank you and have a nice evening. Good night to you, or bye bye. അവസാനിപ്പിച്ചേക്കട്ടെ.